എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പുതിയ വീഡിയോ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഷിബിൻ ഹു ഈസ് ലൈക്ക് ടു ബി നോൺ ആസ് എ പോസിറ്റീവ് മേക്കർ. ഇന്ന് പല സന്ദർഭങ്ങളിലും എൻ്റെ കൂട്ടുകാരും അതുപോലെ എൻ്റെ റിലേറ്റീവ്സും എന്നെ ഒരു കാര്യത്തിൻ്റെ പേരിൽ കളിയാക്കാറുണ്ട്. ഞാൻ സെമിനാറിൽ നിന്ന് തിരിച്ചു വന്നതിൻ്റെ പേരിൽ. ചില സമയങ്ങളിൽ ഞാൻ ശരിക്കും ഈ കളിയാക്കലുകളിൽ അപ്സെറ്റ് ആകാറുണ്ട്. ബട്ട് ഐ ആം പ്രൗഡ് ടു സേ ദാറ്റ് ഐ ആം ആൻ എക്സ് സെമിനാരിയൻ. കാരണം ഞാൻ ഏകദേശം 3.5 വർഷക്കാലത്തോളം സെമിനാരിൽ ഉണ്ടായിരുന്നു. ഈ സെമിനാർ ജീവിതം എനിക്ക് ഒത്തിരി നല്ല ബന്ധങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്, ഒത്തിരി നല്ല സുഹൃത്തുക്കളെ സമ്മാനിച്ചിട്ടുണ്ട്, ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട്, അതുപോലെ ഒത്തിരി നല്ല കഴിവുകളും നല്ല നല്ല ശീലങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ ഞാനൊരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ ഒട്ടും പേടിയില്ലാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സെമിനാർ ജീവിതം എനിക്ക് സമ്മാനിച്ചത് തന്നെയാണ്. അതുപോലെ സെമിനാർ ജീവിതം എനിക്ക് സമ്മാനിച്ച ഒരു നല്ല ശീലമാണ് വായന. ഇന്നൊരു പക്ഷേ എന്നെ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ ഞാൻ ഏകദേശം 200-ലധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ഞാനൊരു സ്റ്റോറി ബുക്കിൽ നിന്ന് വായന ആരംഭിച്ചുവെങ്കിൽ ഇന്ന് ഡോക്ടർ ശശി തരൂർ എഴുതിയ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ വരെ എത്തി നിൽക്കുവാണ്. സോ സെമിനാർ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യമായി ഒത്തിരി ഇൻട്രസ്റ്റോടെ വായിക്കുന്ന പുസ്തകം എനിൽ ബ്ലിട്ടൺ എഴുതിയ സ്നോബോൾ ദ പോണി എന്ന പുസ്തകമാണ്. അതൊരു കഥാപുസ്തകമാണ്. അതിലുപരി അതൊരു കുഞ്ഞ് കുതിരക്കുട്ടിയെ പറ്റിയുള്ള പുസ്തകമാണ്. ഈ പുസ്തക വായന ആരംഭിക്കാനായിട്ട് ഒരു കുഞ്ഞ് സ്റ്റോറി ഇതിൻ്റെ ബിഹൈൻഡിലുണ്ട്. ഈ കൊറോണ സമയത്തിൽ ഞങ്ങളുടെ സെമിനാരിൽ ആ സമയത്തെല്ലാം ബ്രദേഴ്സ് അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളാരും വീട്ടിൽ പോയിട്ടില്ല. ഞങ്ങളെല്ലാവരും അവിടെ റിയലി പ്രൊട്ടക്റ്റഡ് ആയിരുന്നു കൊറോണ സമയത്ത്. ആ സമയത്ത് കൊറോണയ്ക്ക് പകരം എനിക്ക് പിടിപെട്ടത് ചെങ്കണ്ണായിരുന്നു. എൻ്റെ 2 കണ്ണിലും ചെങ്കണ്ണ് പിടിപെട്ടു. ഇച്ചിരി സിവിയർ ആയിരുന്നു. അതുകൊണ്ട് മറ്റ് ബ്രദേഴ്സിനെ ചിലപ്പോൾ പകരും എന്ന പേരിൽ എന്നെ വേറെ റൂമിൽ ഐസൊലേറ്റഡ് ആയിട്ട് താമസിപ്പിച്ചു. അപ്പോൾ ഏകദേശം 1 മാസത്തോളം ഞാൻ ആ റൂമിനകത്തുണ്ടായിരുന്നു. അവിടെ ആയിരുന്നപ്പോഴാണ് വേറെ സമയം പോകാൻ ഒരു മാർഗമില്ലാത്തത് കൊണ്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വായനയെ ഞാൻ സ്വന്തമാക്കിയത്. ഞാൻ ബ്രദേഴ്സ് എനിക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ബുക്സ് എടുത്തുകൊണ്ട് തരുമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയൊരു ബുക്കാണ് എനിൽ ബ്ലിട്ടൺ എഴുതിയ സ്നോബോൾ ദ പോണി എന്ന ബുക്ക്. ആദ്യം വളരെ ഇൻട്രസ്റ്റോടു കൂടിയല്ല ഞാൻ ആരംഭിച്ചതെങ്കിലും തീർക്കുന്നത് ഒത്തിരി ഇൻട്രസ്റ്റോടു കൂടിയാണ്. ഞാൻ ബ്രദേഴ്സിനെ വിട്ട് എനിൽ ബ്ലിട്ടൻ്റെ തന്നെ മറ്റ് ബുക്സ് ലൈബ്രറിയിൽ നിന്ന് എടുപ്പിച്ചു. വീണ്ടും വായിച്ചു. ഞാൻ ആ റൂം വിട്ട് പുറത്തിറങ്ങുമ്പോൾ, എൻ്റെ ചെങ്കണ്ണൊക്കെ മാറി പുറത്തിറങ്ങുമ്പോൾ ഏകദേശം 20ഓളം ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. വെൻ ഐ കെയിം ഔട്ട് ഓഫ് ദാറ്റ് റൂം ഞാനൊരു പുതിയ ഹാബിറ്റുമായിട്ട് പുറത്തു വന്നു. ഇന്ന് ഞാൻ പല സ്കൂളുകളിലും ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ, സംസാരിക്കാനായിട്ട് പോകുമ്പോൾ എന്നെ ടീച്ചേഴ്സൊക്കെ പരിചയപ്പെടുത്തുന്നത് ഒരു നല്ല വായനക്കാരൻ എന്ന പേരിലാണ്. എനിക്കത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒത്തിരി സന്തോഷമാണ്, ഒത്തിരി അഭിമാനമാണ് ഞാൻ നന്നായി വായിക്കും എന്ന് കേൾക്കാൻ ആയിട്ട്. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. എനിക്ക് പുസ്തകങ്ങൾ ഒത്തിരി പേര് സമ്മാനമായിട്ടും തരാറുണ്ട്. അതുപോലെ ഞാൻ പോയിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട്. റീസെൻ്റ്ലി മാൾ ഓഫ് ട്രാവൻകൂറിൽ നമ്മുടെ DC ബുക്സിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് ഏകദേശം 6ഓളം പുസ്തകം ഞാൻ പർച്ചേസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഈ ഒരു 5 AM ക്ലബ് എന്ന നമ്മുടെ റോബിൻ ശർമ്മയുടെ ബുക്കും ഞാൻ ഈ ഇടയ്ക്ക് പർച്ചേസ് ചെയ്ത ബുക്കാണ്. എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഒത്തിരി പേര് എൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം മേടിച്ച് വായിക്കാറുണ്ട്. എൻ്റെ കോളേജിൽ നിന്നും എൻ്റെ ഫ്രണ്ട്സൊക്കെ പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വായിക്കും. ഞാൻ പുസ്തകം വായിക്കാൻ കൊടുക്കും, അതുപോലെ ഞാൻ തിരിച്ചു മേടിക്കും. കാരണം ആർക്കും ഞാൻ പുസ്തകം സ്വന്തമായിട്ട് കൊടുക്കാറില്ല. ബിക്കോസ് ഞാൻ പുസ്തകങ്ങളെ കാണുന്നത് ഒരു നിധി പോലെയാണ്. സ്വന്തമായിട്ട് പുസ്തകം സൂക്ഷിക്കുന്നവർക്ക് അതിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറയുമ്പോൾ, ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു കുഞ്ഞു ശീലം ഒരു പ്രചോദനമാക്കി മാറ്റി വായിക്കാനൊക്കെ ആരംഭിക്കുന്നത് കാണുമ്പോൾ കിട്ടുന്നൊരു ആഹ്ലാദമുണ്ട്, അല്ലെങ്കിൽ ആ സ്വകാര്യ അഹങ്കാരമാണ്. അതിലുപരി ഒത്തിരി സന്തോഷമാണ്. അതല്ലേ എല്ലാം എന്ന് പറയുന്നത് പോലെ ഇത് കാണുമ്പോൾ, കാരണം ഞാൻ കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പുസ്തക വായന കാരണം എൻ്റെ ഒരു ഫ്രണ്ട് പുസ്തകം വായിക്കാൻ ആരംഭിച്ചു. അവൾ പലപ്പോഴും പറയാറുണ്ട്, ഷിബിനെ, നീ തന്ന പുസ്തകം കാരണമാണ്, നിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കാനായിട്ട് ആരംഭിച്ചത്. അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. ഞാൻ പതുക്കെ എൻ്റെ ഈ വീഡിയോ ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ റീസെൻ്റ്ലി അതിശക്തം പോഡ്കാസ്റ്റ് ചാനലിൽ VD സതീശൻ സാർ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണാനായിട്ട് ഇടയായി. അതിൽ VD സതീശൻ സാർ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: ഒത്തിരി തിരക്കേറിയവരാണ് ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാറുള്ളത്. ശരിയല്ലേ? നിങ്ങളുടെ ഈ തിരക്കേറിയ ജീവിതത്തിലും ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാനായിട്ട് കഴിയട്ടെ. അതുപോലെ ഈ വായന എന്ന ശീലം നിങ്ങൾക്കും സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം.